നമസ്കാരം. ട്രാൻസ് ദമ്പതികളായ സിയയ്ക്കും സഹദിനും കുഞ്ഞു പിറന്നതും അവരുടെ വിവാഹവുമെല്ലാം നമ്മൾ അത്യപൂർവം ആഘോഷിച്ചതും സന്തോഷിച്ചുമായ നിമിഷങ്ങളായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്മെൻ പ്രസവമാണ് സഹദിലൂടെ സംഭവിച്ചത്. സബി എന്ന കൊച്ചുമിടുക്കിയാണ് ഇന്നിവരുടെ ജീവിതത്തിലെ സ്വപ്നവും സന്തോഷവുമെല്ലാം. ഇപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കളായി സിയ സഹദ് ദമ്പതികൾ അംഗീകരിക്കപ്പെട്ടു. 3 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് മകൾ സബിയുടെ ജനന സർട്ടിഫിക്കറ്റ് കോഴിക്കോട് കോർപ്പറേഷൻ അനുവദിച്ചത്. കോഴിക്കോട്ടുകാരിയായ സിയും തിരുവനന്തപുരം സ്വദേശിയായ സഹദും 2020-ലാണ് ഒരുമിച്ചത്. 3 വയസ്സുകാരി സബിയുടെ കളിചിരികളാണ് ഇരുവരുടെയും ലോകമെന്ന് പറയുന്നത്. ഇനി കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം, സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം സബിയ? അമ്മയും മോളും കൂടെ യൂട്യൂബ് ചാനൽ തകർക്കുകയാണല്ലേ, സിയ പെറ്റൽസ്. എങ്ങനെയുണ്ട്? അതിൽ വീഡിയോ ഒക്കെ അഭിനയിക്കുമ്പോ അമ്മ പറഞ്ഞു തരുന്ന പോലെ തന്നെയാണോ അഭിനയിക്കുന്നേ? എന്താ സിയ പെറ്റൽസ് യൂട്യൂബ് ചാനലിന്റെ വിശേഷം എന്തൊക്കെയാണ് ചേച്ചി? കാരണം 2026 എത്തി നിൽക്കുമ്പോ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ്, ഒരുപാട് സന്തോഷങ്ങളാണ് അല്ലേ? തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. ഞങ്ങള് ഏറ്റവും വലിയ സന്തോഷം ഇതുകൊണ്ടേ ഇത് തന്നെയാണ് ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം. സബിയാണ് ഇപ്പൊ താരം. സോഷ്യൽ മീഡിയയിലും എല്ലാവരുടെയും ആവശ്യം സബിയുടെ വീഡിയോ. എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ ഒക്കെ നല്ല മില്യൺ ഒക്കെ പോയല്ലേ, ആ കാശ് വെച്ചിട്ടുള്ള. സബിയുടെ ഒരുവിധം വീഡിയോസ് എല്ലാം മില്യൺസാ, എല്ലാം മില്യൺ ആവുന്നുണ്ട്. എല്ലാരും ഏറ്റെടുക്കുന്നുണ്ട്. സൊസൈറ്റി എന്താ പറയാ, കമന്റ് ബോക്സിൽ തന്നെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ സന്തോഷിക്കുകയാണ്. കാരണം അതിനകത്ത് തന്നെ ആളുകൾ പറയുന്നുണ്ട്, തുടക്കത്തിൽ ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ള അല്ലെങ്കിൽ കമന്റ് ബോക്സ് നിറയെ നെഗറ്റീവ് ഉള്ള ഒരു ഫാമിലി ആയിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഉള്ള കമന്റ് ബോക്സ്, നെഗറ്റീവ് ഇല്ലാത്ത കമന്റ് ബോക്സ് എന്നൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം. അതിൽ ഞാൻ കമന്റ്സിൽ ഞാൻ വായിച്ചിരുന്നേ, അമ്മയെ പോലെ മിടുക്കിയായി ഡാൻസർ ആവും സബിയ എന്ന്. കാരണം സബിയുടെ ചേഷ്ടകളൊക്കെ ഒരു നൃത്തം പഠിച്ച ഒരു കുട്ടിയെ പോലെയുള്ള രീതിയിലാണ് ഇപ്പൊ കാണുന്നത്. അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടോ സബിക്ക്? സബിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇപ്പൊ ഇങ്ങനെ എല്ലാത്തിനും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി വലുതാവുമ്പോ എന്താണെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ റീൽസ് എടുക്കുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. സംസാരിക്കരുത്, നിന്ന് തരുമായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താ പറയാ, അതുപോലെ അവള് തിരിച്ചു തരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. സബിയ, നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ? അന്നൊരു പാട്ട്, കഥയാണെങ്കിലും മതി. ഉച്ചത്തിൽ പാടാം. കുഞ്ഞു വിഷന്നു കരഞ്ഞു, കുഞ്ഞെ കുഞ്ഞെ തരുന്നു, നിങ്ങളുടെ കയ്യില് നെയ്യപ്പം ഇല്ല തരില്ലേ നെയ്യപ്പം. ആര് പഠിപ്പിച്ചത്? ഗുഡ് ഗേൾ ആണല്ലോ. അമ്മ പഠിപ്പിച്ചു തരുന്നതാണോ പാട്ടൊക്കെ? സ്വന്തം പഠിച്ചതാണ്. അതെ, ഇനിയിപ്പോ വലിയ കുട്ടിയായി പഠിക്കാനൊക്കെ പോവാൻ തുടങ്ങുകയാണല്ലേ? അംഗനവാടിയിൽ പോകുമ്പോ ജൂണില് പോകുമ്പോഴാ. അതെ അല്ലേ? അച്ഛനെവിടെ? ഗൾഫില് പോയോ? മിസ് ചെയ്യുന്നുണ്ടോ പപ്പയെ? അതെയോ, പപ്പയെ മിസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ പപ്പ വേഗം വരുമായിരിക്കും. പപ്പ പെട്ടെന്ന് വരുമ്പോ ചേച്ചി, ശരിക്കും പറഞ്ഞാൽ സഹദ് അല്ലേ, സഹദിന്റെ ഒരു നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 3 പേരും മാത്രമാണ്. അപ്പൊ സഹദിന്റെ ഒരു മാറ്റം അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചിനെ കാണാതിരിക്കുന്നതൊക്കെ ഭയങ്കര ഒരു വിഷമായിരിക്കില്ലേ പങ്കുവെക്കുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണമല്ലോ. അപ്പം നമ്മൾക്ക് ഇപ്പൊ വേറെ ജോലിയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആള് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
സോ നമ്മളത് തരണം ചെയ്തല്ലേ പറ്റുള്ളൂ. തീർച്ചയായും. ചേച്ചി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുവാവയുടെ വിശേഷങ്ങളാണ്. അതുപോലെ തന്നെ ഡാൻസ്. ചേച്ചിയുടെ കുറേ അധികം ഷോസുകൾ ഇപ്പം നമുക്ക് കുറച്ചധികം കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം കുറച്ച് നാൾ കുഞ്ഞുവാവേൻ്റെ കാര്യമൊക്കെ ആയതുകൊണ്ട് അതിനുമായി ബിസിയാണെന്ന് അറിയാം. എന്നാലും നൃത്തം എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഡാൻസ് എനിക്ക് കുഞ്ഞില് ആണോ, ഒരു മിനിറ്റ്, ഇത് കഴിഞ്ഞിട്ട് അമ്മത്തെ ഡാൻസ് എന്ന് പറയുമ്പോൾ കുഞ്ഞിലെ എനിക്ക് എന്താ പറയാ ഭയങ്കര ക്രേസോ അല്ലെങ്കിൽ എന്താ പറയാ എന്റെ ബ്ലഡിലുള്ള ഒരു സാധനം പോലെയാണ് ഡാൻസ്. അത് സംസാരിക്കരുത് കൂട്ട. ഓക്കെ, എനിക്ക് എന്റെ ബ്ലഡിലുള്ള ഒരു സാധനം പോലെയാണ്. എന്താ പറയാ, ഞാൻ കുഞ്ഞിലെ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ എനിക്ക് ഡാൻസിനോട് ഭയങ്കര ക്രേസ് ആണ്. അത് മാത്രമല്ല ഞാനൊരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. സോ ഡാൻസിനെ ഭയങ്കരമായിട്ട് സ്ട്രിക്ട്ലി അവര് എതിർക്കുന്ന ടീം ആയതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ടൊരു പഠനം അല്ലെങ്കിൽ ഒരു ഡാൻസ് ഒരു ഗുരുവിന്റെ കീഴിൽ പഠിക്കാനോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ചെയ്യാനോ ഒന്നും ഒരു മെയിൽ എന്നുള്ളത് കൊണ്ട് എന്റെ ജെൻഡർ മെയിൽ ആയതുകൊണ്ട് തന്നെ കൂടുതലും അതിനുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല മുസ്ലിം ഫാമിലി കൂടെ ആയതുകൊണ്ട് എന്നെ ഡാൻസ് പഠിക്കാൻ വിടുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്റെ ഉള്ളിൽ അത് എന്റെ ഒരു കലയുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ എന്റെ സ്വയം ഇഷ്ടപ്രകാരം ഞാൻ പല സ്ഥലങ്ങളിലും പോയി പഠിക്കുകയും അതുപോലെ തന്നെ സ്കൂളുകളിൽ അന്ന് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ഞാൻ ഒളിഞ്ഞിരുന്നും പാത്തിരുന്നൊക്കെ അത് കണ്ട് പഠിക്കുകയും അന്നേ ഞാൻ പഠിച്ചത് എന്റെ കയ്യിലുള്ള അറിവ് വെച്ച് ഞാൻ അത് പല സ്കൂളുകളിലും ഞാൻ അന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ വീട്ടിൽ നിന്ന് ഭയങ്കര എതിർപ്പായിരുന്നു. പക്ഷെ എന്തോ പിന്നീട് ഞാൻ എന്റെ ട്രാൻസ്ഫോമൺ ആയതിനു ശേഷമാണ് ഞാനൊരു ഗുരുവിന്റെ കീഴിൽ ഡാൻസ് പഠിക്കുന്നതും അല്ലെങ്കിൽ ഒരു എന്താ പറയാ കൃത്യമായിട്ട് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇപ്പം എന്റെ നിലവിലെ എന്റെ ഗുരു ഡോക്ടർ ഹർഷൻ സെബാസ്റ്റ്യൻ ആന്റണി എന്ന് പറയും കോഴിക്കോടുള്ള സാറിന്റെ കീഴിൽ ഞാൻ പഠിക്കുന്നതും സാറിന്റെ അടുത്ത് എത്തിയതിനു ശേഷമാണ് ഡാൻസ് ഫീൽഡിൽ ഞാൻ ഇത്രയും വളർന്നതും ഡാൻസിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നതും. തീർച്ചയായും ആ ചിലങ്ക കെട്ടി ആ നൃത്ത വേഷത്തിലൊക്കെ എത്തുമ്പോൾ തന്നെ ഭരതനാട്യത്തിന്റെ കോസ്റ്റ്യൂമിലൊക്കെ ഇട്ട് കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം തന്നെയാണല്ലേ. ഇപ്പൊ കണ്ടിരിക്കുന്ന ആളുകൾക്ക് അത്രത്തോളം പ്രചോദനം നൽകുന്ന മാറ്റമാണ് സമൂഹത്തിന് നൽകുന്നതും. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കലോത്സവം ബാനറിൽ എന്താ പറയാ സ്കൂൾ കലോത്സവത്തിലൊക്കെ മത്സരിക്കണം അല്ലെങ്കിൽ ഞാൻ പങ്കെടുക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പഴയ കാലത്ത് ഓർമ്മ പറയുകയാണെങ്കിൽ ഞാൻ മെയിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ നമ്മുടെ നാട്ടിലെ ക്ലബുകളിലൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ വീട്ടുകാർ അറിയത്തില്ലായിരുന്നു ഞാൻ അന്ന്. പക്ഷെ ഞാൻ അന്നൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അന്ന് മെയിലായിട്ട് ഒരു ആൺകുട്ടിയായിട്ട് ഞാൻ ഏത് സ്റ്റേജിലും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലെ ക്ലബുകളുടെ പ്രോഗ്രാമിൽ വരെ ഞാൻ ഫീമെയിലായിട്ട് കോസ്റ്റ്യൂം ഇട്ടിട്ടായിരുന്നു ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീട്ടുകാർ അറിയത്തില്ലായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് പിന്നീട് നാട്ടിൽ ചർച്ച വരുന്ന സമയത്താണ് വീട്ടിൽ അറിയുന്നത്. പിന്നെ അന്ന് വീട്ടിൽ അടി വെടി പുകയായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് പറ്റുന്ന സ്റ്റേജുകളിലൊക്കെ ഞാൻ മാക്സിമം അന്നേ ഞാൻ ഡാൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു. എന്നെ കൊണ്ട് അറിയുന്നത് പോലെ ഞാൻ അന്നേ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ആദ്യമായിട്ട് MG യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സെക്രട്ടറി ഹാർട്ടിലാണ് ഡിഗ്രി ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് 2023 ഞാൻ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ബാനറിൽ ഞാൻ കളിക്കുന്ന സമയത്ത് എന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. അന്ന് ഫസ്റ്റ് ആയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി കലോത്സവത്തില് മത്സരിക്കുമ്പം അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ട് കരയണോ ചിരിക്കണോ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ഭർത്താവിന്റെ മുന്നിൽ വെച്ചില്ലേ തീർച്ചയായിട്ടും അന്ന്. കാരണം ഞാൻ അത്ര ആഗ്രഹിച്ചിരുന്നു ഒരു കലോത്സവം ബാനറിൽ ഞാൻ മത്സരിക്കുക അല്ലെങ്കിൽ കളിക്കുക. ബാക്കില് എന്തെങ്കിലും ഒരു കലോത്സവത്തിന്റെ ഒരു ബാനറിലുള്ള ഒരു ഫോട്ടോ എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന്റെ പുറത്താണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇവിടെ സെക്രട്ടേറിയറ്റിൽ പോയി ജോയിൻ ചെയ്തതും അങ്ങനെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റി. അന്ന് ഫസ്റ്റ് ടൈം എനിക്ക് ഭരതനാട്യത്തിൽ 1ാം സ്ഥാനം ലഭിച്ചു. അതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു അന്ന്. അതൊക്കെ ഇപ്പം എന്റെ ഹർഷൻ സാറിന്റെ കീഴിൽ വന്നതിന് ശേഷമാണ്. സോ ഒത്തിരി സന്തോഷം. ഡാൻസ് തീർച്ചയായും അന്ന് നിഷേധിച്ചവർക്ക് മുന്നിൽ ഇപ്പോൾ ചിലങ്കയിട്ട് നിൽക്കുമ്പോ വലിയൊരു അഭിമാനം തന്നെ തോന്നില്ലേ? അവരൊക്കെ സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ ഇപ്പൊ? തീർച്ചയായിട്ടും. ശരിക്കും സെബിയ ജനിച്ചത് മുതലാണ് അല്ലെ നമുക്ക് വലിയൊരു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. വിവാഹം എല്ലാവരും കണ്ടിരുന്നു. അതിന്റെ ഒരു കുറച്ചധികം വിവാദങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം സബിയയുടെ ജനനമായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നത്. ഇപ്പോൾ പക്ഷേ ജനന സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ അധികൃതർ എടുത്ത നിലപാട് വലിയ തലവേദന തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അല്ലെ? ആ സമയത്ത് ഏകദേശം ആ ഒരു തളരാത്ത നിയമ പോരാട്ടത്തിനൊടുവിലാണ് നിങ്ങൾ രണ്ടുപേരും കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയെടുത്തത്.
അതെ 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 അതെ. ആ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയപ്പോ എന്താണ് തോന്നിയത്? സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പം എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ഒരു എന്താ പറയാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാ. കാരണം നമ്മള് ആഗ്രഹിച്ചൊരു സാധനം, അല്ലെങ്കിൽ നമ്മള് ഒരു 3-4 വർഷം ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു. നമ്മൾ അത് കാണാനും ആ ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടാനും അത്രയും ആഗ്രഹിച്ച് കൊതിച്ചിരുന്നിട്ട് നമുക്കൊരു സാധനം നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന ആ ഒരു ഫീൽ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ. അത് അനുഭവിക്കുമ്പോഴേ എന്താ പറയാ, അത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം ഞങ്ങള് 3 വർഷമായി. 2023 സബിയ ഫെബ്രുവരി 8 മെഡിക്കൽ കോളേജിൽ ജനിച്ചു. അന്ന് നമുക്കുണ്ടായ ഒരു ആശങ്കയായിരുന്നു ബർത്ത് സർട്ടിഫിക്കറ്റ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് മദറിന്റെ സ്ഥാനത്ത് എന്റെ പേരും ഫാദറിന്റെ സ്ഥാനത്ത് സാദിന്റെ പേരും വരിക എന്നുള്ളതായിരുന്നു. അന്ന് അത് വേറൊരു സൊസൈറ്റിയിൽ വേറൊരു ഇഷ്യൂ ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ടാണ് അന്നത്തെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഞങ്ങളോട് നേരെ തിരിച്ച് ഫാദറിന്റെ സ്ഥാനത്ത് എന്റെ പേരും മദറിന്റെ സ്ഥാനത്ത് സാദിന്റെ പേരും വെച്ചിട്ട് ബ്രാക്കറ്റില് ട്രാൻസ്ജെൻഡർ എന്ന് വെച്ചിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. പിന്നീട് സബിയക്ക് 18 വയസ്സ് തികയുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ കോടതി മുഖാന്തരമോ പോയിട്ട് അത് മാറ്റിയെടുക്കുന്നതായിരിക്കും നന്നാവുക, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഇഷ്യൂ ആവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്തത്. അങ്ങനെ അപ്ലൈ ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ അങ്ങനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാനോ അല്ലെങ്കിൽ അത് വാങ്ങിക്കാനോ ഉള്ള ഒരു ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോയി. ഏകദേശം ഒരു 3 വർഷം അങ്ങനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് തരാൻ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 3 വർഷത്തോളം എടുത്തു. പിന്നീട് വിധി വന്നു. നമുക്ക് പോസിറ്റീവായിട്ട് പാരന്റ്സ് എന്നുള്ള ലെവലിൽ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് നൽകണമെന്ന് 2 മാസത്തിനകം തരണമെന്നായിരുന്നു. പക്ഷെ അതിന്റെ സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങളുടെ ആവശ്യകത അനുസരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ 10 മാസത്തോളം എടുത്തു നമുക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലോട്ട് കിട്ടാൻ. എന്തായാലും ഈ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ എന്തായാലും ഞങ്ങൾ പാരന്റ്സ് ആയിട്ട് ഗവൺമെന്റും അംഗീകരിച്ചതിൽ ഒത്തിരി സന്തോഷം. പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നിറച്ചവൾക്ക് ശരിക്കും പറഞ്ഞാൽ സബിയ എന്ന പേരിനപ്പുറം മറ്റൊരു പേരില്ല അല്ലെ? അത് തന്നെയല്ലേ പേരിടലിന്റെ ഒരു പ്രത്യേകതയായിട്ട് നിങ്ങളും പറഞ്ഞത്? അതെ, തീർച്ചയായിട്ടും. ഞങ്ങള് എന്താ പറയാ, ബിയുടെ ആദ്യം ഞങ്ങൾ പേരൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് വേറെ കുറെ പേരുകൾ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുകൾ സെർച്ച് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉടക്കി നിന്നു. കാരണം സബിയ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി എനിക്ക് ഈ സെഡ് എന്ന് പറഞ്ഞൊരു സ്പെല്ലിങ്ങിനോട് ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണ് ഞാൻ. എന്റെ പേര് സിയ, അതുപോലെ തന്നെ പാർട്ണറുടെ പേര് സഹദ്. സോ ബിയുടെ പേരും സെഡ് വെച്ച് തന്നെ ആവണോന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കിയ സമയത്ത് സബിയ, അപ്പം അതില് 3 പേരുണ്ട്. എങ്ങനെയാ വെച്ചാല് സഹദിന്റെ ZA, പിന്നെ സിയയുടെ ലാസ്റ്റില് YA, സബിയയുടെ ലാസ്റ്റിലുണ്ട്. ഫസ്റ്റില് സഹദിന്റെ 2 സ്പെല്ലിംഗ് വന്നു, എന്റെ ലാസ്റ്റില് 2 സ്പെല്ലിംഗ് വന്നു, ഇടയിൽ ഒരു BIL കൂടിയിട്ടുള്ളൂ, 2 സ്പെല്ലിംഗ് അവക്കുമായിട്ട് കൂടി. സോ അങ്ങനെ നോക്കിയപ്പം അർത്ഥം നോക്കിയപ്പം നല്ലതാണ്. സോ ഞങ്ങൾ അതന്നെ ഫിക്സ് ചെയ്തു, സബിയ. ഞങ്ങൾക്ക് എന്തുകൊണ്ട് മാച്ച് ആയിട്ടുള്ള ഒരു പേരായിട്ട് തോന്നി. സോ അങ്ങനെ സെലക്ട് ചെയ്തൊരു പേരായിരുന്നു സബിയ എന്നുള്ളത്. തീർച്ചയായും തുടക്കത്തിൽ ജെൻഡർ വെളിപ്പെടുത്തിയില്ലായിരുന്നല്ലോ കുഞ്ഞുവാവയുടെ. പിന്നീട് സോഷ്യൽ മീഡിയ അതുമായി ബന്ധപ്പെട്ടും കുറേയധികം ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? കാരണം നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷെ അതിലൊക്കെ കൈകടത്തുന്ന കുറേയധികം ആളുകളുടെ ഒരു രീതി കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് എന്റെ ഒരു നാച്ചുറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വേറെയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് മാറുന്നതോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജീവിതശൈലികൾ മാറ്റുന്നതോ ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണോ ഇഷ്ടപ്പെടുന്നത്, ആ ഒരു രീതിയിലാണ് ഞാൻ ജീവിക്കുന്നതും എന്റെ കൂടെ ജീവിക്കുന്ന ആളും അങ്ങനെയാണ്. ഇപ്പൊ കുഞ്ഞിനെ വളർത്താനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. സോ വേറെയുള്ള ആളുകൾ എന്ത് പറയുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കാറില്ല. അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങള് അവർക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. സോ അവരത് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളത് കേട്ട് അതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാല് നമ്മുടെ സമയമാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫാണ് തീർന്നു പോകുന്നത്. സോ ഞങ്ങൾ അതിനെ വിട്ടിട്ട് ഞങ്ങളേതായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ചിന്തിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലൈഫിലോട്ട് അതിക്രമിച്ച് കയറി പലതും പറയുന്നവർ ഇപ്പോഴും ഉണ്ട്, സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഉണ്ട്. അതെനിക്ക് തോന്നുന്നത് സഹദ് കുഞ്ഞിന് ജന്മം നൽകിയതിന് പിന്നാലെയാന്ന് തോന്നുന്നു അല്ലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിട്ടത്, കുറേയധികം പരിഹാസങ്ങള്, ചോദ്യങ്ങള് ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ പോലും അത്തരത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പോലും നിങ്ങളെ പ്രസവത്തെ തുറന്നടിച്ച് രംഗത്തെത്തിയിരുന്നു അല്ലെ? എത്തിയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എന്താ പറയാ, പുറത്തിറങ്ങുമ്പോ നേരിട്ടൊന്നും ഇന്നേ വരെ ഒരു പ്രശ്നമോ ഇഷ്യോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല.
ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ കമന്റിലോ അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ എവിടെ പോയാലും ഏറ്റവും കൂടുതൽ ഞങ്ങളോട് സ്നേഹം കാണിക്കുന്നവർ മാത്രമേ ഉള്ളൂ. ഇന്നേ വരെ നേരിട്ട് ഞങ്ങളോട് മുഖം കറുപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളോട് മോശമായ രീതിയിൽ പെരുമാറുമൊന്നും ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. തീർച്ചയായും ചേച്ചി പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായ വലിയൊരു ഞെരുക്കങ്ങൾ, അത് ശസ്ത്രക്രിയയ്ക്ക് ലക്ഷങ്ങളുടെ ചെലവ് തന്നെയാണ് രണ്ടുപേർക്കും വേണ്ടി വന്നിട്ടുണ്ടാവുക. അപ്പോൾ വലിയൊരു തുക കെട്ടിയതിനു ശേഷമാണ് ശസ്ത്രക്രിയയൊക്കെ ആരംഭിച്ചതെന്ന് മുൻകാലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസവം എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. അതിനുള്ള ആവശ്യങ്ങളും കരുതലും എല്ലാം മുൻകൂട്ടി സ്വരൂപിക്കണം. ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത രീതിയിലെല്ലാം ശുഭമായിട്ട് തന്നെ നടന്നിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങള് സാമ്പത്തികത്തിലുപരി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങൾ രണ്ടുപേരും പല സർജറികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നു. മാത്രമല്ല ഹോർമോൺ ട്രീറ്റ്മെന്റും ഒരുപാട് വർഷങ്ങളായിട്ട് എടുത്തോണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നു. സോ ഇതിന്റെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റോ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റോ ബേബീനെ ബാധിക്കുമോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പേടി. ഞങ്ങളത് മാത്രമല്ല ഡോക്ടേഴ്സിന്റെയും പേടി ഉണ്ടായിരുന്നു. സോ സാമ്പത്തികമൊക്കെ നമുക്ക് പിന്നെയും എങ്ങനെയെങ്കിലും നമുക്കത് ഇതാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും വൈകല്യങ്ങളോ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ലൈഫ് ലോങ് തീരാത്തൊരു നോവാവും അല്ലെങ്കിൽ ഒരു സങ്കടമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ച്. സോ ദൈവം സഹായിച്ച് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയോ എന്താ പറയാ, ദൈവദൂതന്മാരെ പോലെ ഞങ്ങളെ സഹായിക്കാൻ ഒരുപാട് പേര് അന്ന് ഉണ്ടായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലിലെ കേസായാലും സാമ്പത്തികമായിട്ടായാലും ഞങ്ങൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. മാത്രമല്ല പിന്നെ ഏറ്റവും വലിയ കാര്യം ബിയയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവോ എന്നുള്ളതായിരുന്നു. സോ ദൈവം സഹായിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവൾക്ക് നല്ലൊരു എന്താ പറയാ, നോർമലി ബേബി എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ വന്നു. സോ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ആ ഒരു കാര്യത്തിലായിരുന്നു. ഞങ്ങള് ഭയന്ന പോലെ വേറെ ബുദ്ധിമുട്ടുകളോ വൈകല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. സോ ഇനി അങ്ങോട്ടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ശരിക്കും ഞാനിത് എപ്പോഴും ഇങ്ങനെ ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോഴേ ഭാവിയിൽ കുഞ്ഞുവാവ ഇതൊക്കെ കാണുമല്ലോ, അവൾ വളർന്നു വരികയാണ്, സോഷ്യൽ മീഡിയ ഉള്ള മറ്റു കാര്യങ്ങൾ വഴി എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയാനും നിങ്ങളും സന്നദ്ധ കാണിക്കുന്നത്. തീർച്ചയായിട്ടും. മാത്രമല്ല ഞങ്ങളിപ്പം ബി എന്റെ അടുത്ത് ഞങ്ങൾ ഇപ്പോഴേ പറയുന്നുണ്ട്, ഞങ്ങളെ ഇപ്പം എന്താ പറയുക, ഞാന് എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം സേവ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. സോ ആളുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ടുള്ള പ്രൊസീജിയർ മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അതൊരു മെമ്മറി ആക്കണം എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മെമ്മറി ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഇപ്പോഴും അവൾക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പഴയ ഫോട്ടോസും പപ്പയുടെ വയറ്റിലാണ് വളർന്നത് എന്നുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴേ ആളടുത്ത് ചോദിച്ചാല് ഇപ്പോഴും ആളെന്നെ പറയും പപ്പയുടെ വയറ്റിലാണ് കുഞ്ഞാവ ഉണ്ടായിരുന്നത്, ഞാൻ അവിടെ ആയിരുന്നു, അങ്ങനെയൊക്കെ ആള് ഇപ്പം ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരും. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ആള് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. സോ കാരണം ഞങ്ങള് എല്ലാ ഫോട്ടോസും വീഡിയോസും അവളുടെ കുഞ്ഞിലുള്ള എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് വളർത്തുന്നത്. അല്ലാതെ നമ്മളിത് മൂടി വെച്ചിട്ട് അവളെ അറിയിക്കാതെ അങ്ങനെയൊന്നും വളർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേ ഇല്ല. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവളുടെ ഇഷ്ടം പോലെ അവള് വളരട്ടെ. അവർക്കും ഉണ്ടല്ലോ സ്വാതന്ത്ര്യം, അവളുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ. സോ അവർക്ക് ഇനിയിപ്പം ഭാവിയിൽ അവള് വളർന്നു വരുമ്പം എന്നെ അച്ഛനായിട്ടാണ് കാണാൻ ആഗ്രഹം, അല്ലെങ്കിൽ അവൾക്ക് തിരിച്ച അമ്മയായിട്ട് സാധനയാണ് വിളിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അവള് വിളിക്കട്ടെ. ഞങ്ങൾക്ക് നോ പ്രോബ്ലം. ഞങ്ങൾക്ക് ഇല്ലാത്ത ഇഷ്യൂ ആണ് സൊസൈറ്റിയിലേക്കുള്ളത്. അവൾ എന്ത് വിളിച്ചാലും ഇങ്ങനെ കണ്ടാലും ഞങ്ങളുടെ കുഞ്ഞാണ്. ആളെ ഞങ്ങൾക്ക് ഒരിക്കലും തള്ളാൻ പറ്റത്തില്ല, പുറത്താക്കാൻ പറ്റത്തില്ല. ആള് ആഗ്രഹം എന്താണോ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് ഞങ്ങളും അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് കാര്യം. എങ്ങനെ നോക്കിയാലും ആളിപ്പം എന്നെ അച്ഛനെന്ന് വിളിച്ചാലും അമ്മയെന്ന് വിളിച്ചാലും ആളുടെ അച്ഛനായാലും അമ്മയായാലും ഞാൻ തന്നെയാണ് ആളുടെ കൂടെ ഉള്ളത്. സോ ആൾ എന്ത് വിളിക്കുന്നു എന്നുള്ളതിലല്ലല്ലോ കാര്യം. നമ്മൾ ആൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ ആളെ എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സോ അച്ഛൻ അമ്മ അല്ലെങ്കിൽ പപ്പ മമ്മി എന്നുള്ളൊരു ആ ഒരു നാമത്തിലല്ല ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് ആ ഒരു തിരിച്ചറിവല്ലേ. അതെ, ഇപ്പോൾ നമുക്കറിയാം പ്രണയം, വിവാഹം, പ്രത്യുൽപാദനം എല്ലാം തിരഞ്ഞെടുക്കുന്ന ഓരോ മനുഷ്യന്റെയും അവരുടെ അവകാശങ്ങളാണ്. ഓരോ വ്യക്തികൾക്ക് അതിന്റെ അവകാശമുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം പറച്ചിൽ മാത്രമായിട്ട് തോന്നുന്നുണ്ട്. കാരണം വിവാഹം മുതൽ ഇന്ന് എവിടെ ഏത് കാര്യങ്ങൾ വരികയാണെങ്കിലും അതിനെല്ലാം നെഗറ്റീവ് കണ്ടെത്തുന്ന ഒരു സമൂഹം ഇപ്പോഴും കച്ചകെട്ടി ഇറങ്ങുന്നുണ്ട്. എത്ര കാലം മാറിയാലും എത്ര പഠനങ്ങൾ അല്ലെങ്കിൽ സാങ്കേതികമായി വളർച്ച ഉണ്ടായാലും അതിലൊരു മാറ്റം വരാത്തതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, മാറ്റം എന്താ പറയാ,
എങ്ങനെയായാലും ഇപ്പൊ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെ നോക്കിയാലും ഈ നാണയത്തെ നമ്മൾക്ക് ഒരു വശം ആക്കാൻ പറ്റത്തില്ല. എങ്ങനെ നോക്കിയാലും രണ്ട് വശം ഏതിനും വരും. സോ ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ അതിനെ വിശ്വസിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഒരിക്കലും സൊസൈറ്റിയെ ഒന്നടങ്കം നന്നാക്കാന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ എല്ലാവരും മാറി ചിന്തിക്കുമെന്ന് വിശ്വസിക്കുന്നത് ആണ് നമ്മളുടെ പൊട്ടത്തരം, അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് വിശ്വസിക്കുന്ന ആളാണ്. സോ എന്ത് കാര്യമായാലും അതിന് നല്ല വശം ഉണ്ടാവും, ചീത്ത വശം ഉണ്ടാവും. സോ അത് അംഗീകരിക്കുന്ന ആളുകളാണ് ഞങ്ങള്. അതുകൊണ്ട് നെഗറ്റീവിനെ പോസിറ്റീവിനെ ഞങ്ങൾ ഇരു കൈനീട്ടി സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായും ചേച്ചി, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അതിജീവനം, അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാവരും തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ മേക്കപ്പ് രീതിയിലേക്കൊക്കെ മാറുന്ന ഒരു രീതി ഇപ്പോൾ ഒരു ട്രെൻഡ് കാണുന്നുണ്ടല്ലോ. അത്തരത്തിൽ ചേച്ചിയും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു, അതോ ഡാൻസ് തന്നെയാണ് തന്റെ? ഞാൻ ഡാൻസ് തന്നെയായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡാൻസ്, അഭിനയം ഇങ്ങനെയൊക്കെയുള്ള മേഖലയിലോട്ടാണ്. മേക്കപ്പിലോട്ട് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഈ യൂട്യൂബിലെ അഭിനയങ്ങളൊക്കെ വീഡിയോസും റീൽസ് ഒക്കെ കാണുന്നുണ്ട്. ഇനി മലയാളത്തിലെ സിനിമ നടീനടന്മാർക്കൊക്കെ ഒരു ഭീഷണിയാവുമോ? അയ്യോ, അങ്ങനെയില്ല. ഇപ്പം എന്താ പറയാ, ഇപ്പം എനിക്ക് ഞാന് എന്നുള്ള ഒരു പ്രയോറിറ്റിയിലേറെ ഇപ്പം ഞാന് മോളില് എന്നുള്ള ഒരു ഇതാണ് എന്റെ ഒരു പ്രയോറിറ്റി. ഇപ്പം അത് സ്വാഭാവികമായിട്ടും എന്റെ ഉള്ളിൽ ഒരു അമ്മയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം മോളെ ഇനി വളർത്തുക, അല്ലെങ്കിൽ അവളെ ഏറ്റവും നല്ല ഒരു ലെവലിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ചിന്ത മുഴുവനും. നേരെ മറിച്ച് ആദ്യമൊക്കെ എനിക്ക് എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ആയിരുന്നു. പക്ഷെ ഇപ്പം നേരെ മറിച്ച് എന്റെ എല്ലാ ആഗ്രഹങ്ങളും, അല്ലെങ്കിൽ എന്റെ എല്ലാ എന്താ പറയാ ഒരു ഇത് മുഴുവനും പ്രയോറിറ്റി മുഴുവനും സബിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ എനിക്ക് ഒരു ഇതിനേക്കാളേറെ അവളെ സിനിമയിൽ കാണണം, ഒരു ബിഗ് സ്ക്രീനിൽ കാണണം എന്നൊക്കെ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു. സബിയെ സംബന്ധിച്ചിടത്തോളം സഹദ് തന്നെയായിരുന്നു കുഞ്ഞുവാവയായിരുന്ന സമയത്ത് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ആളിവിടെ ഇല്ല. ആ മിസ്സിങ് വാവയ്ക്ക് ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ സഹദ് എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡെയിലി ദിവസങ്ങളിലും എല്ലാം വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയാറൊക്കെ ഉണ്ടോ? അപ്പോ അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഫസ്റ്റിൽ ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 2 വർഷം എനിക്ക് ആളുടെ കൂടെ ഉള്ള സമയം കുറെ മിസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഡാൻസ് ഫീൽഡിലായതുകൊണ്ട് തന്നെ എനിക്ക് കലോത്സവ സീസൺ ഒക്കെ ആവുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ സ്കൂൾ കലോത്സവ സീസണിൽ. സോ ഞാൻ ക്ലാസ്സിന് പോകുന്ന സമയത്ത് എനിക്ക് അവളുടെ കുഞ്ഞിലെയുള്ള ഒരുപാട് മൊമെന്റുകൾ എനിക്ക് മിസ്സായിട്ടുണ്ട്. സോ അന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് അവളുടെ കൂടെ ഇരിക്കണം, കൂടുതൽ സമയം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ല. സോ നമ്മള് സഹദ് തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ആ 2 വർഷം. ഇപ്പോ ആളെന്റെ കൂടെയാണ്. സഹദ് ഓക്കെ ആയി. ഇപ്പം ഞാൻ എന്താ പറയാ, ഡാൻസിൽ ഒരു ചെറിയൊരു ബ്രേക്ക് എന്നൊക്കെ ഉള്ളോണം ഞാൻ കൂടുതൽ പ്രോഗ്രാംസോ അല്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകളൊന്നും ഇപ്പൊ എടുക്കാതെ ഇപ്പം ബിഎയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചെലവാക്കാൻ നോക്കുന്നത്. കാരണം ഈ ഒരു പ്രായം മിസ്സായി കഴിഞ്ഞാൽ അത് നമുക്ക് തീരാ നഷ്ടമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളർന്നു വരുന്നൊരു പ്രായം, ഇപ്പോഴാണ് അവർ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ, പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് പഠിക്കുന്നതൊക്കെ അതാണ്. സോ ഞാൻ വിചാരിച്ച 1 വർഷം എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് പിടിച്ചു നിന്ന് അവളുടെ കൂടെ കുറച്ച് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവളുടെ ഈ ഒരു കുട്ടിക്കാലം എനിക്ക് ഓർമ്മകളാക്കണം എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ ഡാൻസിൽ നിന്നൊക്കെ കുറച്ചൊന്ന് പിറകോട്ട് നിന്നിട്ട് അവളുടെ കൂടെ തന്നെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ ഇപ്പൊ ഞാൻ വീട്ടിലിരിക്കുന്നതുകൊണ്ട് ആളിപ്പം ജോലിക്ക് പോവാന്ന് പറഞ്ഞിട്ട് ആളൊന്ന് ജോലിക്ക് വേണ്ടിട്ട് പോയതാണ്. തീർച്ചയായും ഇപ്പൊ ഈ ഒരു സംശയമായിട്ട് ചോദിക്കുകയാണ്, കാരണം ഈ ഒരു പ്രസവശേഷമൊക്കെ ഉണ്ടാവുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, സഹനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ആശങ്കയാണ്. കാരണം ഇപ്പൊ എല്ലാവരും സ്നേഹത്തോടെയാണ് ചോദിക്കുന്നത്. ആ ഒരു മാറ്റം പോലും വലിയൊരു അംഗീകാരമായിട്ട് കാണണ്ടേ? അങ്ങനെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ട്. അത് ആൾക്കും എനിക്കും 2 പേർക്കും ഉണ്ട്. ഞങ്ങളും സർജറികൾ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. സോ നമ്മള് അതിനെ തരണം ചെയ്യുവാണ്. അപ്പോ ആൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇതുവരെ ബുദ്ധിമുട്ടൊന്നുമില്ല, ആൾ ഓക്കെയാണ്, ആളുടെ ഫിസിക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സോ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പാർട്ട്ണറിൽ നിന്ന് വൈഫായി മാറി ഇപ്പൊ അമ്മ എന്നുള്ള ഒരു റോളിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്?
ഞാന് ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒരു അമ്മയാവണം, അല്ലെങ്കിൽ എനിക്ക് ഒരു ഫാമിലി ലൈഫ് വേണം എന്നൊക്കെ. ഞാന് ട്രാൻസ് വുമൺ ആവുന്ന സമയത്ത്, എന്റെ ട്രാൻസിഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിലുള്ള ഒരു ഇതായിരുന്നു. കാരണം എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് മെന്റലി ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു എന്റെ സ്വന്തം ഫാമിലി. സോ അവര് നമ്മളെ അംഗീകരിക്കുന്നില്ല, ഫാമിലി ഒന്നുമില്ല. സോ എനിക്ക് എന്റെ ലൈഫില് ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഫാമിലി വേണം, എന്നെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഫാമിലി, ഒരു കുഞ്ഞു ആവ, എന്റെ ഒരു പാർട്ട്ണർ, ഞങ്ങൾ 3 പേരുള്ള ഒരു എന്താ പറയുക ഒരു ജീവിതം ഞാൻ അന്നേ സ്വപ്നം കണ്ടിരുന്നു. സോ അതിലോട്ട് എന്റെ ജീവിതം അല്ലെങ്കിൽ ലൈഫ് കൊണ്ടുപോകാന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. സോ ഞാൻ ആഗ്രഹിച്ച കാര്യമായിരുന്നു ഒരു കുഞ്ഞുവാവ വേണം, എനിക്കൊരു അമ്മയാവണം, എന്നെ അമ്മയെന്ന് വിളിക്കണം. അതൊക്കെ ഞാന് എന്താ പറയാ ബോയ് ആയിരിക്കുന്ന സമയത്തേ ഞാനിങ്ങനെ സ്വപ്നം കണ്ടതോ അല്ലെങ്കിൽ ആഗ്രഹിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതൊക്കെ എന്റെ ലൈഫിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം എന്താ പറയാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളാണ് അതൊക്കെ. തീർച്ചയായും. ഇതിനിടയിൽ ആദ്യം തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രണയം, ആ കല്യാണം, ആ ഒരു മൊമെന്റ് ഒക്കെ? കാരണം ഇപ്പം കുഞ്ഞുവാവയൊക്കെ ഇപ്പൊ അതിന്റെ വിസിൽ അതൊക്കെ മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ എന്താ പറയാ, BA വന്നതിന് ശേഷം എന്താ പറയാ, നമ്മള് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ എന്താ പറയാ ആളാണ്. സോ ആളുടെ ഓരോ മൊമെന്റുകളാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്, ആളെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. സോ ഞങ്ങളുടെ എന്താ പറയാ, നമ്മള് ആ ഒരു മൊമെന്റ് എന്തായാലും വിട്ടുപോകുമല്ലോ. സോ ഞാൻ ഇപ്പൊ ഫോട്ടോസ് ഒക്കെ എടുത്തപ്പോഴേ നിങ്ങളുടെ പിന്നെ കല്യാണത്തിന്റെ ആ സമയത്തുള്ള ഫോട്ടോസ് ഒക്കെ കാണുമായിരുന്നേ. അപ്പൊ ഞാൻ പറയും ഒരുപാട് മാറി രണ്ടുപേരും. ആ ഒരു മാറ്റം നിങ്ങളിലും ആ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ? കാരണം മാറ്റം ഇപ്പൊ നമ്മളിലെ മാറ്റം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ നമ്മളുടെ കൂടെയുള്ള ആളുകൾ പറയുമ്പോഴേ ആയിരിക്കുമല്ലോ നമുക്കത് കുറച്ചുകൂടെ ഫീൽ ആവുന്നത്. സോ മമ്മി ആയാലും എന്റെ കൂടെയുള്ള എന്റെ ഫാമിലീസ് ആയാലും അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവമേ ഞാൻ സത്യത്തിൽ എങ്ങനെ മാറിയല്ലോ എന്ന് ചിന്തിക്കുന്നത് അങ്ങനെയാണ്. കാരണം പഴയെന്ന് ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു ലൈഫുള്ള ഒരു ആൾക്കാരായിരുന്നു. അപ്പൊ അന്ന് സഹത്ത് ജോലിക്ക് പോയാൽ ദിവസവേതന 500 രൂപയായിരുന്നു. അന്ന് എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഡാൻസിന് പോകുന്നുണ്ട്, ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്, വീട്ടിൽ വരും, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. സോ അന്ന് സഹദിന്റെ കിട്ടുന്ന ഡെയിലി 500 രൂപ വേതനം കൊണ്ട് ഞങ്ങള് അടിപൊളിയായിട്ട് സന്തോഷിച്ച് ജീവിച്ചൊരു ലൈഫ് ഉണ്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. രാത്രി സിനിമയ്ക്ക് പോവും, വണ്ടിയിൽ എപ്പോഴും കറങ്ങും, ഞങ്ങൾ റൈഡ് പോവും, അങ്ങനെയുള്ള ഒരു ലൈഫായിരുന്നു ഞങ്ങളുടേത്. ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ജോളിയായിട്ട് മുന്നോട്ട് പോയ ഒരു ലൈഫായിരുന്നു. BA വന്നതിന് ശേഷം കുറെ ഒതുങ്ങി, നമ്മള് BAയിലേക്ക് ഒതുങ്ങി. അതൊക്കെ നമ്മള് എന്താ പറയാ വേറെ ആരെങ്കിലും പറഞ്ഞു തരുമ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നത്, ദൈവമേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, ഞങ്ങൾ ഒരുപാട് മാറി എന്ന് തോന്നുന്നത് വേറെ ആരെങ്കിലും ഒരാൾ പറയുന്ന സമയത്താണ്. വിവാഹം എന്നൊരു തീരുമാനം എടുത്തത് ആ ഒരു മൊമെന്റ് എങ്ങനെയാണ്? കാരണം നമുക്ക് പറ്റിയൊരു പങ്കാളിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണല്ലോ. തീർച്ചയായിട്ടും. അത് എന്താ പറയാ, ഞങ്ങള് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. ഇല്ല, അങ്ങനെയില്ല, മറച്ചു വെക്കില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ടാണ് ഞങ്ങൾക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുള്ളത്, ഞങ്ങൾ തമ്മിൽ എങ്ങനെ ഇഷ്ടത്തിലായി എന്നുള്ള കാര്യം. ആ ഒരു സമയത്ത് എങ്ങനെയോ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി, ഒരുമിച്ച് ജീവിക്കാം എന്ന് തോന്നി. ഞങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിന്. അന്ന് എന്താ പറയാ, ആള് ഇവിടെ ഒരു കോഴിക്കോട് ഷോപ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി ബേസിലുള്ള ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മദേഴ്സിന്റെ ഒരു കെയർ ഓഫിൽ തന്നെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ആളാണ് എനിക്ക് ആദ്യം ഇങ്ങോട്ടേക്ക് പ്രപ്പോസ് ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ പിന്നെ എനിക്കും ഓക്കെ തോന്നി. പിന്നെ ഞങ്ങളിങ്ങനെ ഒരുപാട് ഒരു 4-5 മാസമൊക്കെ ഇങ്ങനെ ഫോണിലൂടെയുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ പിന്നീട് ഞങ്ങൾ വിചാരിച്ചു ഒരുമിച്ച് പോവാം, ഒരു ലൈഫ് തുടങ്ങാന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് തോന്നി. എങ്ങനെയാ സഹദിന്റെ വക മാസ് ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നോ പ്രണയാഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട്? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയാ, ഒരു അന്ന് കോവിഡ് ടൈം ആയിരുന്നല്ലോ ആ ഒരു സമയം. നമ്മുടെ ഒരു ഫ്ലഡ് കഴിഞ്ഞു, പിന്നീട് വന്നൊരു ദുരന്തമായിരുന്നു കൊറോണ എന്ന് പറയുന്നത്. സോ ആ ഒരു സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. സോ ആ ഒരു സമയത്ത് എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല, അവനും അറിയില്ല, എങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു പോയി. കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും ടേസ്റ്റ് വ്യത്യാസമുള്ള ഒരാളുകളായിരുന്നു.
എന്റെ ലൈഫിൽ ഒരു ട്രാൻസ്മെൻ ആയിട്ടുള്ള ഒരാളെ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരു സിസ്മെൻ ആയിട്ടുള്ള ഒരാളെ തന്നെ ഞാൻ എന്റെ പാർട്ണർ ആക്കുള്ളൂ, അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു സിസ്മെനെ കഴിക്കുള്ളൂ, ട്രാൻസ്മെൻ ആയിട്ട് എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയുള്ള ഒരാളായിരുന്നു ഞാൻ. അതുപോലെ തന്നെ സഹദും ഒരു ട്രാൻസ്വുമണായിട്ട് ജീവിതം മുന്നോട്ട് പോവില്ല, അല്ലെങ്കിൽ ഒരു വുമൺ ആയിട്ടുള്ള ഒരാളെ തന്നെ കപ്പിളാക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു സഹദിനും. സോ പിന്നീട് എപ്പോഴോ ഞാനും റിയലൈസ് ചെയ്തു ഒരു ട്രാൻസ് വുമണ് ഏറ്റവും കൂടുതൽ ലൈഫില് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ട്രാൻസ്മെൻ തന്നെ ആയിരിക്കും നമ്മളെ മനസ്സിലാക്കുന്ന ഒരാള് എന്ന് എനിക്ക് തോന്നി. കാരണം മുന്നേ ഉണ്ടായിരുന്ന 1-2 പ്രണയങ്ങളൊക്കെ പൊട്ടിപ്പാഴുന്ന സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ ലൈഫില് ഓരോരോ കാര്യങ്ങൾ പഠിക്കുമല്ലോ. അങ്ങനെ പഠിച്ചൊരു പാഠമായിരുന്നു നമുക്ക് ഏറ്റവും നല്ലത് ഒരു പക്ഷേ ട്രാൻസ്മെൻ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. സോ നല്ല ഒരാളെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ കൂടെ നിന്ന് ചെയ്തു തരുന്ന ഒരാളെ തന്നെ ആയതുകൊണ്ട് സന്തോഷമായി. സോ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ലൈഫ് ഇന്ന് ഇതുവരെ എത്തി നിൽക്കുന്നു. അതിലേറെ സന്തോഷം. ഒരു കാര്യം കൂടെ, ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അറിയാലോ, വീണ്ടും കല്യാണം കഴിച്ചവർ തന്നെ വീണ്ടും കുട്ടിയുടെ മുന്നിൽ തന്നെ ഒന്ന് വിവാഹം കഴിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പൊ ഈ അടുത്തൊക്കെ റീൽസിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അത്തരത്തിലൊരു പ്ലാനിങ് ഉണ്ടോ? കാരണം മോള് വന്നു, അപ്പൊ ആ ഒരു സന്തോഷത്തിൽ കുറച്ചുകൂടെ മികവോടെ അന്നത്തെ ആ ഒരു സങ്കടങ്ങളൊക്കെ മാറ്റി കൂടുതൽ സന്തോഷത്തിലേക്ക് വീണ്ടും ഒരു കല്യാണ ചിത്രം അങ്ങനെ ഒരു മാറ്റമൊക്കെ നോക്കുന്നുണ്ടോ? ഇതുവരെ ഇല്ല, ഇനി ഉണ്ടാവുമോന്നും അറിയില്ല. അതാ, ഇതുവരെ അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങക്ക് മോളുടെ ഫ്രണ്ടിൽ വെച്ച് കല്യാണം വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കല്യാണ ഫോട്ടോ ഞങ്ങൾക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ വേറെയുള്ള കാര്യങ്ങളും ചർച്ചകളൊക്കെ ആയതുകൊണ്ട് അത് വിട്ടുപോയതാണ്. ചിലപ്പോ ഉണ്ടാവുക, നമുക്ക് ഉടൻ തന്നെ അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ചിലപ്പം കാണും. ഓക്കെ, എന്തായാലും പ്രേക്ഷകരോട് എന്താണ് പറയാന്? കാരണം ഒരിക്കലും വിശ്വാസം കൈവിടാതെ നിങ്ങൾ ഉറച്ച തീരുമാനത്തോടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കുകയാണ്. പല തിരിച്ചടികളും സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്, പക്ഷേ അതിനെയെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഓർത്ത് തളർന്നിരുന്നില്ല, അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. സമൂഹത്തിന് തന്നെ വലിയൊരു മെസ്സേജ് തന്നെയാണ് നിങ്ങൾ നൽകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്താ പറയാ, ഞങ്ങളുടെ ലൈഫാണ്, ഞങ്ങളുടെ തീരുമാനങ്ങളാണ്. സോ ഞങ്ങളത് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ സ്വപ്നത്തിലോട്ടാണ് ഞങ്ങൾ ഓടുന്നത്. സോ നെഗറ്റീവ് പറയുന്നവരോടും ഞങ്ങൾക്ക് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല, അവരോടും പോസിറ്റീവ് പറയുന്നവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. സോ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വേറെയുള്ളവരുടെ ലൈഫിലോട്ടുള്ള അല്ലെങ്കിൽ വേറെയുള്ള ആളുകളുടെ ലൈഫിലോട്ട് എത്തി നോക്കി അവനവന്റെ ജീവിതത്തിലെ സമയം പാഴാക്കാതെ നമ്മുടെ ലൈഫ് എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റുമെന്ന് തിരിച്ചറിവോടെ വിവേകബുദ്ധിയോടെ ആലോചിച്ചിട്ട് നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അച്ഛൻ അമ്മ എന്നതൊക്കെ എന്താ പറയാ മാറ്റി നിർത്താം. കാരണം ഞങ്ങള് എങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾ അച്ഛനോ അമ്മയോ എങ്ങനെയോ ആയിക്കോട്ടെ, ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ കൊച്ചിന്റെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ പാരന്റ്സ്. സോ അത് ഇനി ആരെ എങ്ങനെ വിളിച്ചാലും നിങ്ങൾ അത് ആലോചിച്ച് ബുദ്ധിമുട്ടി തല പുകയ്ക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ കമന്റ് ബോക്സിൽ ചിലപ്പം എനിക്ക് ഭയങ്കര കോംപ്ലിമെന്റ് ആയിട്ട് കാണുന്ന ചില കമന്റ്സ് ആണ്, സിയ ഇസ് എ ഗുഡ് മദർ, അല്ലെങ്കിൽ ഒരമ്മ എങ്ങനെ ആവണം, സിയ സൂപ്പർ ആണ്, അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കോംപ്ലിമെന്റ് മെസ്സേജുകൾ ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ വേറെയുള്ള ട്രാൻസിനെ വെച്ചൊക്കെ കമ്പയർ ചെയ്തിട്ടുള്ള കമന്റുകളും അതിനകത്ത് ഉണ്ടാവാറുണ്ട്. സോ അതൊക്കെ കാണുമ്പം ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യരുതെന്നാണ് എനിക്ക് അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത്. കാരണം ഇപ്പം എന്നെ പോലെ ആയിരിക്കില്ലല്ലോ മറ്റൊരാള്, എന്നെ പോലെ ആവണം വേറൊരാള് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. സാഹചര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും. സോ അങ്ങനെ കമ്പാരിസൺ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വളരെയധികം നന്ദി സി മലയാളം ന്യൂസിനോടൊപ്പം പങ്കുചേർന്നതിൽ. ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കട്ടെ. മറ്റൊരു അതിഥിയുമായി പിന്നീട് കാണാം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.